2024 ഏപ്രിൽ 15 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവരുടെ സ്വന്തം ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. സ്വന്തം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് അനുകൂലമായതോടെ RCB ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. ചിന്നസ്വാമിയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷികളാക്കി വിൽ ജാക്സൺ കൂട്ടരും പന്തെറിഞ്ഞു. SRH ഓപ്പണിംഗ് നിരയിൽ പതിവ് പോലെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും. വിൽ ജാക്സിൻ്റെ ആദ്യ ഓവറിലെ 4ാം പന്തിൽ അഭിഷേക് കവറിലൂടെ ഒരു 4 നേടുന്നു. സിംഗിളുകൾ ഉൾപ്പെടെ ആ ഓവറിൽ പിറന്നത് 7 റൺസ് മാത്രമാണ്. 2ാം ഓവർ എറിയാനെത്തിയത് ഇംഗ്ലീഷ് ബോളറായ റീസ് ടോപ്ലേ. ആദ്യ ബോളിൽ സിംഗിൾ സ്വന്തമാക്കിയ അഭിഷേക് സ്ട്രൈക്ക് ഹെഡിന് കൈമാറി. 2ാം പന്തിൽ 4ഉം 3ാം പന്തിൽ കൂറ്റൻ 6ഉം തൂക്കിയ ഹെഡ് ഒരു മാൽപ്പടക്കത്തിന് തിരികൊളുത്തുകയായിരുന്നു. കുട്ടി ക്രിക്കറ്റും ഇന്ത്യൻ പ്രീമിയർ ലീഗും ഇതുവരെ കാണാത്ത കൂറ്റൻ സ്കോർ പിറക്കാൻ പോകുന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഈ ബൗണ്ടറികളെന്ന് ചിന്നസ്വാമിയിൽ തടിച്ചുകൂടിയ ആരാധകർ പോലും കരുതിയില്ല. തുടർന്നങ്ങോട്ട് ഓസീസ് ബാറ്ററായ ട്രാവിസ് ഹെഡിൻ്റെ ബാറ്റിൽ നിന്നും ബൗണ്ടറികൾ ഒഴുകി. കട്ടയ്ക്ക് സപ്പോർട്ടുമായി അഭിഷേകും ബാറ്റ് വീശിയതോടെ തുടർച്ചയായി പന്ത് വേലിക്കെട്ട് കടന്നു. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാകാതെ 76 റൺസിലെത്തി. അഭിഷേക് പുറത്തായ ശേഷം ക്രീസിലെത്തിയ ഹെൻറിച്ച് ക്ലാസിനാകട്ടെ അഭിഷേക് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങിയായിരുന്നു. അതോടെ ചിന്നസ്വാമിയിൽ റൺ ഒഴുകി. RCB ബോളർമാർ കണക്കിന് തല്ലുവാങ്ങിയ മത്സരത്തിൽ SRH ബാറ്റിംഗ് അവസാനിപ്പിച്ചപ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് 3-ന് 287 റൺസ് എന്ന കൂറ്റൻ റൺമലയായിരുന്നു. 248.78 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി ഹെഡ് 41 ബോളിൽ 102 റൺസാണ് സ്വന്തമാക്കിയത്. 154.54 സ്ട്രൈക്ക് റേറ്റിൽ 22 ബോളിൽ 34 റൺസാണ് അഭിഷേക് സ്വന്തമാക്കിയത്. അബ്ദുൾ സമദ് 10 ബോളിൽ 37 റൺസാണ് അവസാന ഓവറുകളിൽ അടിച്ചുകൂട്ടിയത്. 216.12 സ്ട്രൈക്ക് റേറ്റിൽ 31 പന്തിൽ 67 റൺസാണ് ക്ലാസൻ നേടിയത്. 188.23 സ്ട്രൈക്ക് റേറ്റിൽ 17 പന്തിൽ 32 റൺസാണ് മക്രം സ്വന്തമാക്കിയത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ RCB തിരിച്ചടിച്ചെങ്കിലും 25 റൺസ് അകലെ തോൽവി സമ്മതിക്കേണ്ടി വന്നു. SRH 2024 സീസണിൽ അടിച്ചുകൂട്ടിയത് കൂറ്റൻ ടോട്ടലുകളാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 277 റൺസും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 266 റൺസും അവർ അടിച്ചുകൂട്ടി. സീസണിലെ ഫേവറേറ്റുകളായി ഫൈനലിൽ എത്തിയെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടു. ഫൈനലിൽ 113 റൺസ് മാത്രമാണ് SRHന് നേടാനായത്. 10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത വിജയം കണ്ടു. ഒരു വർഷത്തിനപ്പുറം അടുത്ത സീസൺ എത്തിയതോടെ IPL ആരാധകർ ആവേശത്തോടെ നോക്കിക്കണ്ട ടീം SRH തന്നെയായിരുന്നു. അവരുടെ ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു ആരാധകർക്ക് ലഹരി പകർന്നത്. എന്നാൽ 2025 സീസൺ പാറ്റ് കമിൻസിനും കൂട്ടർക്കും സമ്മാനിച്ചത് മറ്റൊന്നായിരുന്നു. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 286 റൺസ് എന്ന ടോട്ടൽ അടിച്ചു തുടങ്ങിയ വെടിക്കെട്ട് വീരന്മാർ പോയിന്റ് ടേബിളിൽ താഴെയാണ്. എന്താണ് ഇത്തവണ SRHന് സംഭവിച്ചത്? ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഹെൻറിച്ച് ക്ലാസൻ, ഇഷാൻ കിഷൻ ഈ 4 താരങ്ങളിൽ ഒരാൾ മാത്രം തിളങ്ങിയാൽ കൂറ്റൻ സ്കോർ പടുത്തുയർത്താനാവും, പിന്തുടർന്ന് വിജയിക്കാനുമാകും. ഇത്തവണ 300 എന്ന മാന്ത്രിക സ്കോർ SRH സ്കോർ ബോർഡിൽ എഴുതി ചേർക്കുമെന്ന് പ്രവചിച്ചവർ നിരവധിയാണ്. അത്രയും ശക്തമാണ് അവരുടെ ബാറ്റിംഗ് നിര. കഴിഞ്ഞ സീസണിൽ ഒപ്പമുണ്ടായിരുന്ന മക്രം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗമായപ്പോൾ ഇഷാൻ കിഷൻ എന്ന കൂറ്റനടിക്കാരനെ പാളയത്തിലെത്തിക്കാൻ അവർക്കായി. ഓപ്പണിംഗ് മുതൽ മധ്യനിര വരെ നീളുന്ന വമ്പൻ അടിക്കാർ അണിനിരന്നിട്ടും SRHന് ഇത്തവണ സംഭവിച്ച തിരിച്ചടികൾ എന്താണെന്ന് പരിശോധിച്ചാൽ 2024 സീസണിലെ KKRുമായുള്ള ഫൈനൽ പരിശോധിച്ചാൽ മതിയാകും. കൃത്യമായി ഫീൽഡ് സെറ്റ് ചെയ്തും ബൗളർമാരെ ഉപയോഗിച്ചും ഫൈനലിൽ SRHനെ കൊൽക്കത്ത വീഴ്ത്തി. ഇതേ തന്ത്രമാണ് ഈ സീസണിലും SRHനെതിരെ എതിർ ടീമുകൾ പുറത്തെടുക്കുന്നത്. ആദ്യം ബോൾ ചെയ്യേണ്ടി വന്നാൽ കൃത്യമായി ഫീൽഡ് സെറ്റ് ചെയ്യുക, ആക്രമിച്ച് ബാറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതുവഴി തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നേടിക്കുന്ന സിമ്പിൾ ഫോർമുലയാണ് എതിരാളികൾ സ്വീകരിക്കുന്നത്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ഓപ്പണിംഗ് ജോഡിയെ തകർത്താൽ എല്ലാം എളുപ്പമാകുന്ന കാഴ്ച കണ്ടു. ഓപ്പണിംഗ് തകരുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷാൻ കിഷൻ ആകുന്നില്ല. ഇതോടെ മധ്യനിരയുടേതടക്കം ഉത്തരവാദിത്തം ക്ലാസനിലേക്ക് എത്തുന്നു. ഈ സമ്മർദ്ദം ക്ലാസൻ എന്ന വമ്പനടിക്കാരൻ്റെ സ്വാഭാവിക ബാറ്റിങ്ങിനെ ബാധിക്കുന്നു. ഇതിനിടെ വിക്കറ്റ് വീണാൽ ടീം 160 റൺസ് പോലും എടുക്കാൻ പാടുപെടുന്ന കാഴ്ച. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിയാലും ശോകമാണ് കാര്യങ്ങൾ. പേസറും ക്യാപ്റ്റനുമായ പാറ്റ് കമിൻസിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുന്നില്ല. മുഹമ്മദ് ഷമി, സമർജിത് സിംഗ് എന്നിവരും മോശം ഫോമിൽ, സ്പിന്നർമാരും നിരാശപ്പെടുത്തുന്നു. ഇങ്ങനെ നീളുന്ന പ്രതിസന്ധിയാണ് SRH നേരിടുന്നത്. മോശം പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാറ്റിംഗ് പ്ലാനുകളിൽ നിന്ന് മാറാൻ ഇപ്പോഴും മതിയായ കാരണമില്ലെന്ന് ബോളിംഗ് പരിശീലകൻ ജെയിംസ് ഫ്രാങ്ക്ലിൻ വ്യക്തമാക്കുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ വിശ്വാസമുണ്ടെന്നും ബാറ്റിംഗ് നിരയിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. എന്നാൽ തിരിച്ചടികൾ മാത്രമാണ് ഫലം. ശക്തമായ ടീമാണെങ്കിലും SRHൻ്റെ ഈ ബാറ്റിംഗ് തകർച്ചയ്ക്ക് കാരണം കളി നിയന്ത്രിക്കാൻ ആളില്ലാതെ പോകുന്നതാണ്. RCB നിരയിൽ വിരാട് കോഹ്ലിയും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായ് സുദർശനും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ KL രാഹുലും ഇതിന് ഉദാഹരണമാണ്. ഈ സീസണിൽ കുറവുകൾ ഏറെയുണ്ടെങ്കിലും IPLൽ 300 എന്ന സ്കോർ പടുത്തുയർത്താൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മാത്രമേ സാധിക്കൂ എന്ന കാര്യത്തിൽ ആശങ്കയില്ലാതെ പറയാനാകും.
പഞ്ചാബ് ഉയർത്തിയ 245 എന്ന വിജയലക്ഷ്യം 9 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നത് ഇതിനുള്ള മികച്ച ഉദാഹരണമാണ്.